കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിനു വേണ്ടി UDFന്റെ എല്ലാ നേതാക്കളും, കോൺഗ്രസ്, കേരള കോൺഗ്രസ് വ്യത്യാസമില്ലാതെ UDFന്റെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിനിടയിൽ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ, കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, അദ്ദേഹം പാർട്ടിയിലെ സ്ഥാനങ്ങൾ UDF സ്ഥാനങ്ങൾ ഒഴിവാകുന്നതായി അറിയിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിയതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനൊരു നിലപാട് സ്വീകരിച്ചത് എന്ന് വ്യക്തമല്ല. കാരണം ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായി സഹകരിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തന രംഗത്ത് പോയിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ആ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ ഇങ്ങനെ പ്രകോപനപരമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് തികച്ചും നിർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും UDFന് വേണ്ടിയും എനിക്ക് വ്യക്തമാക്കാനുള്ളത്. അദ്ദേഹം സ്വീകരിച്ച നിലപാട് തികച്ചും വഞ്ചനാപരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മറുചേരിയെ സഹായിക്കുന്ന, UDFനെ വഞ്ചിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന് എല്ലാ സ്ഥാനമാനങ്ങളും നൽകുകയും മുന്നണിപരമായും പാർട്ടിപരമായും ഏറ്റവും വലിയ പരിഗണനയും അംഗീകാരവും നൽകി അദ്ദേഹത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനിടയിൽ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് പ്രഖ്യാപിച്ച UDFന്റെ സമുന്നത നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാ നേതാക്കളും ഒരുപോലെ അംഗീകരിച്ച് പ്രവർത്തന രംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്ന നിർണായകമായ ഒരു സമയത്ത് അദ്ദേഹം UDF സ്ഥാനാർത്ഥിക്ക് ദോഷം വരുന്ന വിധത്തിൽ അതിനെതിരായി ഒരു നിലപാടെടുത്തുകൊണ്ട്, മറുചേരിയെ സഹായിക്കുന്ന വിധത്തിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് വന്നത് തികച്ചും വഞ്ചനാപരമായ ഒരു സാഹചര്യമാണ് ചെയ്തത് എന്ന് പറയേണ്ടതായിരിക്കും. അദ്ദേഹം എന്തിനു ചെയ്തു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഇന്ന് രാവിലെയും ഞങ്ങൾ അദ്ദേഹത്തെ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ കൊടുത്തതിന് ശേഷമുള്ള UDFന്റെ നേതാക്കളെല്ലാം ചേർന്നുകൊണ്ടാണ് കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് ഗാന്ധി സ്ക്വയറിലേക്ക് റോഡ് ഷോയായി പ്രകടനമായി പോകുന്നത്. ആ പ്രചരണ വാഹനത്തിന് ഞാൻ തന്നെ അദ്ദേഹത്തെയും ക്ഷണിച്ച് അദ്ദേഹത്തെയും വിളിച്ചു നിർത്തി ഞങ്ങൾ ഒന്നിച്ചാണ് ഫ്രാൻസിസ് ജോർജിനോടൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം കോട്ടയം ഗാന്ധി സ്ക്വയറിലേക്ക് പ്രകടനമായി പോകുന്നത്. ഇന്ന് രാവിലെ പാലായിൽ ഒരു പത്രസമ്മേളനം ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പര്യടന പരിപാടി ഇന്ന് പാലായിൽ ആരംഭിക്കുന്നതിന് മുമ്പ് പാലായിൽ ഒരു പത്രസമ്മേളനം ഇന്ന് ക്രമീകരിച്ചിരുന്നു ഉച്ചയ്ക്ക് 1 മണിക്ക്. ആ പത്രസമ്മേളനത്തിലും പാലാ MLA ശ്രീ മാണി സി കാപ്പനും കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് UDF ജില്ലാ ചെയർമാൻ എന്നുള്ള സജി മഞ്ഞക്കടമ്പിനെയും ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരുമെന്ന് വാക്ക് തന്നിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായ പ്രധാനപ്പെട്ട UDFന്റെ ക്ഷണിക്കൽ അദ്ദേഹത്തെ ചോട് ചേർത്താണ് ചെയ്തിട്ടുള്ളത്. അതിന് വരുമെന്ന് അദ്ദേഹം പറഞ്ഞ ശേഷമാണ് മറിച്ച് ഇങ്ങനെ പത്രക്കാരോട് സംസാരിച്ചത്. അപ്പൊ എന്താണ് അതിന്റെ സാഹചര്യം എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് പാർട്ടിപരമായിട്ട് അന്വേഷിക്കട്ടെ, UDF അന്വേഷിക്കട്ടെ എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം ഈ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ വിലയിരുത്തുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ അദ്ദേഹം ഉന്നയിച്ച ഈ വിവിധ പരാതികൾ അദ്ദേഹം ഉന്നയിച്ചു. ഇത്തരത്തിലുള്ള ഒരു പരാതിയും പാർട്ടി കോർട്ടിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല, ഈ നിമിഷം വരെ ഉന്നയിച്ചിട്ടില്ല. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽപ്പെട്ട ആരോടും അദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ പാർട്ടിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പരാതി ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. 2, UDFുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടായിരുന്നെങ്കിൽ UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോടോ UDFന്റെ കോറത്തിലോ അദ്ദേഹം പരാതി പറയേണ്ടതായിരുന്നു. ഈ നിമിഷം വരെ അദ്ദേഹം UDFന്റെ ഒരു കോറത്തിലും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ വന്ന് കഴിഞ്ഞ ദിവസമാണ്, ഈ 2 ദിവസം മുമ്പാണ് പാർലമെന്റ് ഇലക്ഷന്റെ റിവ്യൂ മീറ്റിംഗ് ഇവിടെ നടന്നത്. ഇന്നലെയും UDF നേതാക്കളുടെ യോഗം ഞങ്ങൾ ചേർന്നിരുന്നു. അവിടെയൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അവിടെയെല്ലാം അദ്ദേഹം വന്ന് ഇരിക്കുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെ സാന്നിധ്യത്തിൽ വിവിധ യോഗങ്ങൾ സമീപ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇലക്ഷന്റെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് പാർട്ടിപരമായ യോഗങ്ങൾക്കകത്തും അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരാതി പറയേണ്ടതായിരുന്നു. ഒരു പരാതിയും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. യാതൊരു പരാതിയും പറയാതെ ഇന്ന് രാവിലെ 10 മണി വരെ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ ഒരു പരാതിയും ഇല്ലാതിരുന്ന ഒരു പാർട്ടി ഭാരവാഹി ഇന്ന് ഉച്ചയോടുകൂടി ഇങ്ങനെ പെട്ടെന്ന് വിവിധങ്ങളായ പരാതികൾ, 100 കണക്കിന് പരാതികൾ ഉന്നയിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ രംഗത്ത് വന്നതിന്റെ പിന്നിലുള്ള ദുരൂഹതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള മറ്റ് എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല.
പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തായാലും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടി തലത്തിലും UDF തലത്തിലും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ സത്യവിരുദ്ധമാണ്, അടിസ്ഥാനരഹിതമാണ്. അത് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളുടെ പേരിൽ ചെയ്തതാകും എന്ന് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.